റീച്ചിന് വേണ്ടിയിട്ടേ ഇപ്പം സണ്ണി ലിയോണെ കാണിച്ചു തരാം, മിയ ഖലീഫിനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി എന്നുള്ളൊരു ടേം പറയണം. അത് മസ്റ്റ് ഒരു പോയിന്റാണ്, ഞാൻ പറയാതെ ഇപ്പം തുറക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറെ വിയേർഡ് സാധനങ്ങൾ ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ട്. അതും റീച്ചിന് വേണ്ടിയിട്ട്. ഇത്ര വലിയ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കി. മസ്താനിയുടെ അടുത്ത് ഞാനിപ്പോൾ പറയാണ്, മസ്താനി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും ആൾക്കാർക്ക് മസ്താനിയെ ഡ്രസ്സ് ഇല്ലാതെ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കുമായിരിക്കും, കാണുന്ന ആൾക്കാർ ചിരിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മസ്താനിയുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമാസ് എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കി. എത്രത്തോളം വലിയൊരു സീരിയസ്നെസ് ഉള്ള ഇഷ്യൂ എന്ന് ആലോചിച്ച് നോക്കി. വെറുതെ ബീച്ചിലും ചെന്നിട്ട് ഇവർ ഇത് ഒരു ബന്ധമില്ലാതെ കുറേ പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ കാണും, വലിയവർ കാണും, എല്ലാവരും മുമ്പിൽ ചെന്നിട്ട് ഇവന്മാർ പറയാണ്. ഞാൻ ഇവന്മാരെന്ന് തന്നെ പറയും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ ഇതൊക്കെ കുറച്ച് ഹാർഷായിട്ട് തന്നെ സംസാരിക്കുന്നത്. അത്രയും ഗതികിട്ട് എനിക്കിങ്ങനെ കോൾസ് വരാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യുന്ന അനന്തോണി പറഞ്ഞിട്ട് ഇവന്മാരൊന്നും കേൾക്കില്ലേ, ഇങ്ങനെ ഒരു കാര്യം വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്.